വിശുദ്ധ ആന്റോണിനോസ് ചെറുപ്പത്തിൽ തന്നെ ഡൊമിനിക്കൻ സഭയിൽ ചേരുവാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. തന്റെ ആഗ്രഹവുമായി ഫ്ലോറൻസിലെ സാന്താ മരിയ നൊവെല്ല ആശ്രമത്തിൽ ചേരുവാനായി എത്തുന്ന സമയത്ത് വിശുദ്ധന് അവിടുത്തെ മേലധികാരിയായിരുന്ന വാഴ്ത്തപ്പെട്ട ജോൺ ഡൊമിനിസിയുടെ ഓഫീസിലെ മേശയുടെ പൊക്കം മാത്രമേ കഷ്ടിച്ചുണ്ടായിരുന്നുള്ളൂ. അതിനാൽ അവനെ ഒഴിവാക്കുന്നതിനായി അദ്ദേഹം വിശുദ്ധനോട് തിരികെ വീട്ടിൽ പോയി സഭാ നിയമ പ്രമാണങ്ങളായ ഗ്രാഷ്യൻ സമാഹാരം കാണാതെ പഠിച്ചിട്ട് വരുവാൻ ആവശ്യപ്പെട്ടു. 1 വർഷത്തിനുള്ളിൽ ആ ചെറിയ ആൺകുട്ടി ആ സഭാ നിയമങ്ങൾ മുഴുവൻ മനഃപ്പാടമാക്കിയിട്ട് തിരികെ വന്നു. തുടർന്ന് അവൻ ഡൊമിനിക്കൻ സഭാവസ്ത്രം സ്വീകരിച്ചു. വാഴ്ത്തപ്പെട്ട ജോൺ നിർമ്മിച്ച ഫിയേസോൾ ആശ്രമത്തിലെ നവസന്യാസാർത്ഥിമാരിൽ ഒരാളായിരുന്നു വിശുദ്ധ ആന്റോണിനോസ്. ഭാവിയിൽ ഒരു മഹാനായ കലാകാരനായി തീർന്ന ഫ്രാ ആഞ്ചലിക്കോ വിശുദ്ധന്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ആളായിരുന്നു. തന്റെ പൗരോഹിത്യപ്പെട്ട സ്വീകരണത്തിന് ശേഷം വിശുദ്ധൻ റോം, ഗയേഷ്യ, സിയന്ന, ഫിയസോളെ തുടങ്ങിയ സ്ഥലങ്ങളിലും അവസാനമായി ഫ്ലോറൻസിലെയും ആശ്രമങ്ങളിലെ പ്രിയോറായി സേവനം ചെയ്തു. ഫ്ലോറൻസിലെ പ്രസിദ്ധമായ കോൺവെന്റോ ഡി സാൻ മാർക്കോ ആശ്രമം വിശുദ്ധൻ സ്ഥാപിച്ചതാണ്. ഫ്രാ ആഞ്ചലിക്കോയുടെ അമൂല്യമായ ചില കലാരചനകൾ ഈ ആശ്രമത്തിലുണ്ട്. വിശുദ്ധന്റെ മരണത്തിന് തൊട്ടു മുൻപ് ഫ്ലോറൻസ് നഗരം മാരകമായ പ്ലേഗ് ബാധയുടെ പിടിയിലായി. നിരവധി ഡൊമിനിക്കൻ ഫ്രിയാറുമാർ മരണപ്പെട്ടു. ക്ഷാമം കാരണം ജനങ്ങൾ പട്ടിണിയിലായി. ആ സമയത്ത് വിശുദ്ധൻ തനിക്കുള്ളതെല്ലാം വിറ്റ് വിശക്കുന്നവരെയും അഗതികളെയും സഹായിക്കുകയുണ്ടായി. പിന്നീട് വലിയ ഭൂകമ്പം ഫ്ലോറൻസ് നഗരത്തെ താറുമാറാക്കിയപ്പോൾ വിശുദ്ധൻ നഗര പുനർനിർമ്മാണത്തിൽ സഹായിക്കുകയും നിരവധി ഭവനരഹിതർക്ക് തന്റെ ഭവനത്തിൽ അഭയം നൽകുകയും ചെയ്തു. 1459 മെയ് 2 വിശുദ്ധൻ മരണമടയുന്നത്. പിയൂസ് 2 പാപ്പ വിശുദ്ധന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു.